ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പണയം വെച്ച ആഭരണങ്ങൾ ഇപ്പോൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വെക്കാൻ പറ്റില്ല എന്നൊരു പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഇന്റർപ്രിട്ടേഷൻസ് ആണ്, തെറ്റിദ്ധാരണകളാണ്. അതായത് ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ ആ സർക്കുലറിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് സ്വന്തമായ നിലയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നിലപാട് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. അത് പാടില്ല. അങ്ങനെ ഒരിടത്തും ഒരു നിയമവും പറയുന്നില്ല. അത് ബാങ്കോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഒന്നും അങ്ങനെ അന്ന് തന്നെ തിരിച്ചു വെക്കാൻ പാടില്ല എന്നൊന്നും ഈ മാസ്റ്റർ സർക്കുലറിലെ ഗൈഡ് ലൈനിൽ ഒരിടത്തും പറയുന്നില്ല. പലിശ അടച്ച് പുതുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പലിശ അടച്ച് പുതുക്കാം എന്നുള്ളത് തന്നെയാണ്. ഇനി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഇതിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണമെങ്കിൽ ഒരു കാര്യവും കൂടെ പറയാം. ലോൺ ടു വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. അതായത് നിങ്ങൾ സ്വർണ്ണപ്പണയം എടുക്കാൻ പോകുന്നു, ഈടെന്താ സ്വർണത്തിന്റെ വില നമുക്കറിയാം വളരെ വോളറ്റൈലാണ്. ഇന്ന് പത്രത്തിൽ പറയുന്നു പവന് 50 രൂപ കൂടി, നാളെ പറയുന്നു 200 രൂപ കുറഞ്ഞു. അപ്പൊ അത്രയും വോളറ്റിലിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് ലോണും ഈടിന്റെ വാല്യൂവും ഇത് രണ്ടും അതിൻ്റെ ഒരു റേഷ്യോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 100 രൂപയുടെ ഈട് കൊടുത്താൽ നിങ്ങൾക്ക് 75 രൂപയെ വായ്പ കിട്ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലോൺ ടു വാല്യൂ റേഷ്യോ 75% എന്നർത്ഥം.